ഞാൻ DRDO വിരമിക്കുന്ന സമയത്ത് റീജിയണൽ ഡയറക്ടറായിരുന്നു. അന്ന് എൻ്റെ ചുമതലയിലുണ്ടായിരുന്നത് LCA എന്ന് പറയുന്ന തേജസ് വിമാനത്തിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം, അതിൻ്റെ ഡിസൈൻ വാലിഡേഷൻ എന്ന് പറയും. അതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അതിൻ്റെ അഷ്യൂറൻസ് ഡിസൈൻ വാലിഡേഷൻ എൻ്റെ ടീമായിരുന്നു. IIT മദ്രാസിലെ, അന്ന് IIT മദ്രാസ് പോയി IIT ചെന്നൈ ഡയറക്ടർ ഉണ്ടായിരുന്നു ഇന്ദിരേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഇതിൽ പറഞ്ഞു, two babus in your finance department is equal to one atom bomb in Delhi. ഇതാണ് സംഭവം. ഐഡിയലായിട്ട് ഓപ്പൺ ചോയ്സ് കൊടുക്കുകയാണെങ്കിൽ ടേബിൾ ടോപ്പ് ഒഴിവാക്കേണ്ടതാണ്. ഡിഫൻസ് കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞ ഡെറ്ററൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചുള്ളൂ. അതായത് മനില ഒരു ശത്രു രാജ്യമാണ്, ഞാനൊരു വേറെ രാജ്യമാണ്. എൻ്റെ കയ്യിൽ ധാരാളം അറ്റാക്ക് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനുമുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മനിലയ്ക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ ധൈര്യം വരില്ല. പക്ഷെ മനില അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ നഷ്ടമാണ് രണ്ട് ഭാഗത്തും. അത് ഉദ്ദേശിക്കുന്നില്ലേ? നിങ്ങൾക്ക് ഈ ഒരു ഫിലോസഫിക്കൽ ഡിലമ ഉണ്ടാവാറുണ്ടോ? യുദ്ധമാണോ സമാധാനമാണോ എന്നുള്ള? അതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉണ്ടാവുമോ? ഇപ്പോൾ ഈ ആഫ്രിക്കയിലും ഇപ്പോൾ ഒക്കെ ചെറിയ വിമാനങ്ങൾ തകർന്നിട്ടുള്ള ഇൻസിഡൻസ് കുറേ എണ്ണം വന്നു, 20 പേരൊക്കെയുള്ള അത്. അപ്പോൾ ഈ ചെറു വിമാനങ്ങളുടെ സേഫ്റ്റിയും വലിയ വിമാനങ്ങളുടെ സേഫ്റ്റിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? അതായത് വ്യത്യസ്ത ക്ലാസ്സുകളിലാണ് പെടുത്തിയിട്ടാണ് വിമാനങ്ങളെ ഈ സേഫ്റ്റി റെഗുലേഷൻ ചെയ്യുന്നത്. അപ്പം മറ്റേതിനുള്ള അത്ര റെഗുലേഷൻ ഇതിനുണ്ടാവില്ല. മനസ്സിലായി? ഇപ്പോൾ ഞാൻ പറയാം, ഒരു കുടുംബം, ഇപ്പോൾ അവർക്ക് പലർക്കും സ്വന്തം വിമാനങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ തന്നെ പലർക്കും. അപ്പോൾ അവർ അച്ഛനും മകനും മക്കളും ഒക്കെ കൂടി കയറി പോയിട്ട് പോവും. അപ്പോൾ ചിലപ്പോൾ ലൈസൻസ് കിട്ടാത്തവന് നമ്മൾ കൊടുക്കില്ലേ സ്റ്റിയറിങ്, അതുപോലെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതങ്ങനെയും പറ്റി കൂടാന്നില്ല. പക്ഷേ റെഗുലേറ്ററി സിസ്റ്റത്തിൻ്റെ കാഴ്ചപ്പാടിൽ രണ്ടും വ്യത്യസ്ത ക്ലാസ് ആയിട്ടുണ്ടാവും. കാശ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി പറക്കണ കമേഴ്സ്യൽ എയർലൈൻസ്, അതാണ് ഹയസ്റ്റ്. അതിന് യാതൊരു സംശയമില്ല. ബാക്കി എല്ലാത്തിലും കുറവേ ഉണ്ടാവുള്ളൂ. ഈവൻ മിലിറ്ററി പോലും അതിലും കുറവേ ഉണ്ടാവുള്ളൂ. ഈ യാത്രാ വിമാനങ്ങൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ആണ്, നമുക്കറിയാം. ഇതേ കോൺസെൻട്രേഷനിൽ തന്നെയാണോ മിലിറ്ററി വാഹനങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയും എണ്ണമൊക്കെ തന്നെ എല്ലാ രാജ്യങ്ങളുടെയും മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അല്ല, ചില സ്ഥലത്തൊക്കെ അതിലും കൂടുതലുണ്ടാവും. പക്ഷെ എന്താണ് പറ്റണമെന്ന് വെച്ചാൽ മിലിറ്ററി വിമാനങ്ങളിൽ അതിൻ്റെ ഓപ്പറേഷൻ ഏരിയ ചുരുങ്ങിയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്ന് നമ്മൾ ദുബായിക്ക് പറക്കുകയെന്ന് വിചാരിക്കാം. മിലിറ്ററി ബേസ് ക്രോസ് ചെയ്യുന്നത് വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉണ്ടാവുള്ളൂ. അവിടെ മാത്രമേ ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സ്ഥിരമായിട്ട് ഇവർക്ക് ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട്, ഒരു ഓൾട്ടിറ്റ്യൂഡ് ലെവൽ മിലിറ്ററി അല്ല, സിവിൽ ആ ഓൾട്ടിറ്റ്യൂഡ് ലെവലിലേക്ക് മറ്റൊരു വരില്ല. മനസ്സിലായി? അപ്പൊ ആ തരം പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഫോട്ടോമാക്കിൽ എന്താ ഉണ്ടായെന്ന് എനിക്ക് കൂട്ടിയിടിച്ചത് അതുണ്ടാവാൻ പാടില്ലാത്തതാണ്. ആരോ ഒരാള്, 3 പേരിൽ ഒരാള്, 2 പൈലറ്റും ഒരു എയർ ട്രാഫിക് കൺട്രോളറും, ഇതിൽ ആരോ ഒരാൾ തെറ്റ് ചെയ്തു. അതിപ്പോ ഒന്നാമത് ഈ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വായിച്ചാലേ മുഴുവൻ മിസ്ഗൈഡഡ് ആണ്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇതിൽ ആർക്കോ ഒരാൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. അത് സാധാരണ വളരെ സെപ്പറേറ്റ് ലെവലാണ് കൊടുക്കുക. സൗത്ത് കൊറിയയിൽ ഉണ്ടായ അപകടം ഉണ്ടല്ലോ, മുവാൻ എയർപോർട്ടിലുണ്ടായ, അത് എയർപോർട്ടിനെയും കൂടെ അതിനകത്ത് പ്രതി ചേർക്കുന്നുണ്ട്. അതൊരു മതിലിൽ ചെന്ന് ഇടിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ 2-3 കാരണങ്ങളും പറയുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എൻജിൻ തകരാറ് പറയുന്നുണ്ട്, ലാൻഡിങ്ങിന്റെ സമയത്തുണ്ടായ ലാൻഡിങ് ഗിയറിലുണ്ടായിട്ടുള്ള എന്തോ പ്രശ്നം പറയുന്നുണ്ട്, ഒപ്പം ഈ പറയുന്ന മതിലിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചു എന്നുള്ളതും പറയുന്നുണ്ട്. ഇതെങ്ങനെയൊക്കെ അങ്ങനെയാണോ? ഇത് എന്താ പറ്റുന്നത് വെച്ചാല്, ഇപ്പൊ ഉദാഹരണത്തിന് കോഴിക്കോട് കുറച്ച് കാലം മുമ്പുണ്ടായി. അവിടെ ടേബിൾ ടോപ്പ് കരിപ്പൂര്. അപ്പൊ ഇത് ലാൻഡ് ചെയ്ത് ഇപ്പൊ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു, അവിടുന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്തു. ദുബായിലേക്ക് പോകാനുള്ള അത്രയും ഇന്ധനം വഹിക്കണം. അപ്പൊ അതിന്റെ ടോട്ടൽ വെയിറ്റ് കൂടുതലാണ്. ആ വെയിറ്റോട് കൂടിയിട്ട് അതിനെ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഫ്യൂവല് ജെറ്റിസൺ ചെയ്യാന്ന് പറയാം. ജെറ്റിസൺ ചെയ്യണം. മനസ്സിലായി? അത് വേണ്ട വിധം മുഴുവൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ വെയിറ്റ് കൂടും. ആ സമയത്ത് ഇത് പോയി ലാൻഡ് ചെയ്താൽ കൂടുതൽ ദൂരം ഓടും.
ഓക്കെ. ലാൻഡിങ് റൺ ഇസ് എ ഫങ്ഷൻ ഓഫ് ഓൾ ഓഫ് വെയിറ്റ്, ടോട്ടൽ വെയിറ്റും അപ്പോഴത്തെ സ്പീഡും അനുസരിച്ച്, മനസ്സിലായി? അപ്പൊ അതായിരിക്കും പലപ്പോഴും പോയി ചുമരിൽ പോയി മുട്ടുന്നൊക്കെ. പിന്നെ ചിലതിൽ ബ്രേക്ക് വർക്ക് ചെയ്യില്ല, അതായത് ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ ആവും. അങ്ങനെയാകുമ്പോൾ ഡിച്ചിങ് ഒക്കെ ചെയ്യും. ചില ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ കരിപ്പൂരിനെ പറ്റിയിട്ടേ അന്ന് ആ അപകടം ഉണ്ടായ സമയത്തും അതിന് തുടർന്നൊക്കെ വലിയ ചർച്ചകൾ കേരളത്തിനകത്ത് ഉണ്ടായിരുന്നു. ഈ ടേബിൾ ടോപ്പ് ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിന്റെ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു സംഗതി ഇപ്പൊ എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രീയല്ലേ, അല്ല അതിൽ സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ഐഡിയൽ ആയിട്ട് ഓപ്പൺ ചോയ്സ് കൊടുക്കുകയാണെങ്കിൽ ടേബിൾ ടോപ്പ് ഒഴിവാക്കേണ്ടതാണ്. ഇവിടെയും മംഗലാപുരത്തും ടേബിൾ ടോപ്പാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അതിനനുസരിച്ച് പിന്നീട് സ്ഥലം വാങ്ങി അത് ആഡ് ചെയ്യലും റീഇൻഫോഴ്സ് ചെയ്യലൊക്കെ ചെയ്യേണ്ടതാണ്. ചെയ്ത് കാണില്ല, കാരണം എല്ലാത്തിനും നമ്മൾ റോഡിൻ്റെ വീതിയും റോഡിൻ്റെ അലൈൻമെൻറ്റും ഒക്കെ എല്ലാം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവുമല്ലോ. അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റുകൾ, ഒരു അപാകത ഉണ്ടെങ്കിൽ മാത്രമേ അത് പിന്നെ അതായിട്ട്. ഈ പല തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾ ഉണ്ടല്ലോ, ഇതിനകത്ത് എയ്റോപ്ലെയിനും എയർക്രാഫ്റ്റും അല്ലേ തമ്മിലുള്ള വ്യത്യാസത്തെ പറ്റിയിട്ട്. അതായത് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊതു സാധനം. അതായത് അതിനെ നമ്മൾ രണ്ടായിട്ട്, വായുവിനേക്കാൾ ഭാരം കൂടിയത്, വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതെന്ന് പറഞ്ഞ് രണ്ടായി തിരിക്കും, മനസ്സിലായി? ഒന്നിനെ നമ്മൾ എയറോസ്റ്റാറ്റ് എന്ന് പറയും, അത് ബലൂണൊക്കെ അതിൽപ്പെടും. എയറോഡൈൻ എന്ന് പറഞ്ഞാൽ വായുവിനേക്കാൾ ഭാരം കൂടിയത്. ഇപ്പം നമ്മളിപ്പോൾ പറയുന്നതൊക്കെ എന്താ വായുവിനേക്കാൾ ഭാരം കൂടിയതാണ്. എയറോഡൈനിനെ പറ്റി, ബലൂൺസിനെ പറ്റി അല്ലല്ലോ നമ്മൾ. ഇതിൽ തന്നെ വിങ്സ് ഫിക്സ്ഡ് ആയിട്ട്, മനസ്സിലായി? ഫിക്സ്ഡ് വിങ്, റൊട്ടേറ്റിംഗ് വിങ്, അതാണ് ഹെലികോപ്റ്റർ. അതാണ് ഹെലികോപ്റ്റർ. ഈ ഫിക്സ്ഡ് വിങ്ങിൽ ഒരു വിങ്, രണ്ട് വിങ്, മോണോപ്ലെയിൻ, ബൈപ്ലെയിൻ, മനസ്സിലായി? അത് ട്രൈപ്ലെയിൻ ഒക്കെ ഉണ്ട്. എയറോഡൈൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു വകഭേദ മാത്രമാണ് എയറോപ്ലെയിൻസ്, മനസ്സിലായോ? അത് ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇത് മാത്രം. അപ്പൊ അതിൽ നമ്മൾ ഈ മോണോപ്ലെയിനും ബൈപ്ലെയിനും ഒക്കെ എല്ലാം പെടും. ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ഹെവിയർ ദാൻ എയർ, ഈ രണ്ട് ക്വാളിറ്റി അത് ഉണ്ടാവും. ഓക്കെ. ഈ കാലാവസ്ഥ മാറ്റം, ഇതിന് നമുക്ക് പ്രവചിക്കാനാവാത്ത വിധത്തിൽ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ടെമ്പറേച്ചർ മാറുന്നുണ്ട്, എന്തും സംഭവിക്കാം. പ്രതിഭാസങ്ങളുടെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ കാലാവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ലോകവ്യാപകമായിട്ട് തന്നെ. ഇത് ഈ ഒരു ആകാശത്തോടെ പറക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിൽ വിമാനങ്ങളുടെ പറക്കലിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? അന്തരീക്ഷ വ്യതിയാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, മനസ്സിലായോ? ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ISA SLS എന്ന് പറയും, മനസ്സിലായി? ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ സീ ലെവൽ സ്റ്റാറ്റിക് എന്ന് പറയും. അതായത് അത് അസ്യൂം ചെയ്യുന്നത് എന്താ വെച്ചാൽ സീ ലെവലിൽ 15 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണ്, അല്ല അതിനെ സ്റ്റാൻഡേർഡ് ആക്കിയിരിക്കുക. എന്നിട്ട് ഡിപ്പാർച്ചർ ഫ്രം ദ സ്റ്റാൻഡേർഡ് ഈസ് കൺസിഡേർഡ് ഇൻ ഡിസൈൻ. ഞാൻ പറഞ്ഞു മനസ്സിലായി എങ്ങനെയാ ഇത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാ വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക, ആ സ്റ്റാൻഡേർഡാണ് ഡിസൈൻ ഇന്റന്റ്. എന്നിട്ട് നമ്മുടെ ഡിസൈൻ അതിന്ന് വ്യത്യാസപ്പെടുകയാണ് വിചാരിക്കുക. ഡിസൈൻ അല്ല, നമ്മുടെ ഓപ്പറേഷൻ അതിന്ന് വ്യത്യാസപ്പെട്ടാൽ നമുക്ക് അതിനനുസരിച്ച് എന്തും മാറ്റാം. ഇപ്പൊ 15 ഡിഗ്രിയാണ് സ്റ്റാൻഡേർഡ് എന്ന് വിചാരിച്ചോളൂ. നേരെ മറിച്ച് 20 ഡിഗ്രിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അതിനനുസരിച്ച് വെയിറ്റ് കുറയും, മനസ്സിലായി? ഇപ്പൊ നേരത്തെ പറഞ്ഞ ലാൻഡിങ് റണ്ണും ടേക്ക് ഓഫ് റണ്ണും ഒക്കെ കൂടും, മനസ്സിലായി? അതനുസരിച്ച് മറ്റു പാരാമീറ്ററുകൾ, ടോട്ടൽ റേഞ്ച്, ഇവിടുന്ന് പോകാൻ പറ്റും. കൊച്ചിയിൽ നിന്ന് പോയിട്ട് ദുബായി പോകണതിന് പകരം അതിന് കുറച്ച് കുറവേ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് ISA +15 എന്ന് പറഞ്ഞാണ്. ISA SLS ആണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഇന്ത്യയിൽ ISA +15 എന്നാണ് പേര്. അതായത് ഈ 15 ഡിഗ്രിയുടെ മീതെ ഒരു 15 ഡിഗ്രിയും കൂടി. അതിൽ വെറും ആ ടെമ്പറേച്ചർ മാത്രമല്ല, ഓരോ ലെവൽ ആൾട്ടിറ്റ്യൂഡ് കൂടും തോറും ടെമ്പറേച്ചർ എങ്ങനെയാ ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് 16 കിലോമീറ്ററോളം ചെല്ലുമ്പോൾ ഇത് -76 മറ്റോ ആയി തീരും, മാറും. അങ്ങനെ ഒരു കർവുണ്ട്. അപ്പോൾ അതിങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെ വന്ന് പല ഈസോസ്ഫിയർ മീസോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് പല ഇതില്ലേ. അപ്പോൾ ഇതിലാണ് ഈ ISA +15 ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എല്ലാം ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അതല്ല വേറെ ISA SLSനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇതാണെങ്കിൽ നമ്മൾ അതിൻ്റെ പെർഫോമൻസിനെ ഡീഗ്രേഡ് ചെയ്യും. സാധാരണ നമുക്ക് വേണ്ടി ഒരു സാധനം ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ ISA
+15 ചെയ്യുക. നമ്മളും ഇതൊക്കെ ചെയ്ത് കാവേരി എൻജിൻ LC ഒക്കെ ചെയ്തുമൊക്കെ ആ ടെമ്പറേച്ചറിലാണ്. ഓക്കെ. അതിന് പല പെനാൽറ്റികൾ നമ്മൾ കൊടുക്കണം. കാരണം നമുക്ക് അത്രയും വെയിറ്റ് ഭാരം കിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷ സ്റ്റാൻഡേർഡ് ഉണ്ട് അന്തരീക്ഷത്തിനെ പറ്റിയിട്ട്. ഇതാണ് ലോകമെമ്പാടും പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും ട്രോപ്പിക്കൽ കൺട്രീസിന് അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ വരുത്തും. ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് വ്യത്യാസങ്ങൾ വരുത്തും. അപ്പോൾ ഉദാഹരണത്തിന് ഈ ചിത്രം നോക്കിയാൽ സമുദ്രനിരപ്പിൽ 15 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ. അത് അവിടുന്ന് ഒരു കൃത്യം സ്ലോപ്പോട് കൂടിയിട്ട് ആൾട്ടിറ്റ്യൂഡ് കൂടും തോറും ടെമ്പറേച്ചർ കുറഞ്ഞ് 11 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡ് ആവുമ്പോൾ -56.6 ഡിഗ്രി സെൽഷ്യസ് ആവും. അത് കഴിഞ്ഞ് 11 കിലോമീറ്റർ മുതൽ 20 കിലോമീറ്റർ വരെ അത് താപനിലയിൽ മാറ്റം വരാതെ നിൽക്കും. അതാണ് നമ്മൾ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും താപം കൂടും. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിലെ ആൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലേക്ക് വന്നാൽ, ഇന്ത്യ പോലത്തെ ട്രോപ്പിക്കൽ കൺട്രീസിൽ വന്നാൽ, ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, അങ്ങനത്തെ സിലോൺ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നുള്ള വ്യത്യാസമാണ്, ഡിപ്പാർച്ചറാണ്. അതിന് നമ്മളൊരു സ്റ്റാൻഡേർഡ്, ഇന്ത്യ മാത്രം ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ റെഫറൻസ് അറ്റ്മോസ്ഫിയർ, IRA. IRAയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സമുദ്രനിരപ്പിൽ ടെമ്പറേച്ചർ 15 + 15 ISA +15, അതായത് 30 ഡിഗ്രി ആയിരിക്കും. അവിടുന്ന് അതേ സ്ലോപ്പിൽ ആൾട്ടിറ്റ്യൂഡ് ഇങ്ങനെ കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞ് 16 കിലോമീറ്ററിനടുത്ത് വെച്ച് -76.6 ഡിഗ്രി സെൽഷ്യസ് ആയി മാറും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഇന്ത്യൻ റെഫറൻസ് അറ്റ്മോസ്ഫിയറിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൺ കാണില്ല എന്നുള്ളതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ വിമാനങ്ങളോ എൻജിനോ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ISAയിൽ നിന്ന് വരുത്തേണ്ട മാറ്റങ്ങളാണ് കൂടുതലായിട്ട് പറയുക. അപ്പോൾ ഒരു രാജ്യം ഒരു വിമാനത്തിന് വേറൊരു രാജ്യത്തിന് വിൽക്കാൻ നോക്കുമ്പോൾ അത് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചറിന്, നമ്മുടെ അന്തരീക്ഷത്തിന് അത് ഉതകുമോ എന്ന് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ അറ്റ്മോസ്ഫിയർ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞില്ലേ നമ്മളിവിടെ യുദ്ധവിമാനങ്ങൾ, ആർമി ഹെലികോപ്റ്റേഴ്സ് ചൈനയിലൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ. നമ്മുടെ ഇവിടെ അതിനുള്ള തദ്ദേശീയമായ സൗകര്യങ്ങളും ടെക്നോളജിയും എക്സ്പെർട്ടൈസും ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ എന്തിനാണ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നത്? എന്തിനാ അത്? പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചാൽ നമ്മൾ അണ്ടർ ലൈസൻസ് ആയിരുന്നു. അതായത് ഇതെങ്ങനെയാ ചുരുക്കച്ചാൽ, 2ാം ലോക മഹായുദ്ധകാലത്ത് ഇവിടെ ബ്രിട്ടീഷുകാർ ഒരു ഇത് തുടങ്ങി. HALന്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ഒരു ബേസ് തുടങ്ങി. അതിൻ്റെ ഉദ്ദേശം വേറെ ദിക്കിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുള്ള വിമാനങ്ങൾ തിരിച്ചു കൊണ്ടുപോകണ്ട, ഇവിടെ വെച്ചിട്ട് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ റിപ്പയർ ആൻഡ് ഓവറോൾ അങ്ങനെ ചെറിയ തട്ടിപ്പ് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഇതുണ്ടാക്കിയതാണ് HAL. അത് വളർന്നിട്ട് വലുതായി. വളർന്നു വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ രാജ്യങ്ങൾ ഡിസൈൻ ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടുള്ള വിമാനങ്ങൾ നമുക്ക് ലൈസൻസ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനേ നമുക്കുള്ളൂ. അവരുടെ ഡ്രോയിങ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ചെയ്താൽ നമുക്ക് പുരോഗതി ഇല്ലല്ലോ. ഇതായിരുന്നു എൻ്റെ കരിയറിൻ്റെയൊക്കെ തുടക്കത്തിലൊക്കെ ഉള്ള സ്ഥിതി. അവസാനമൊക്കെ ആയപ്പോൾ നമ്മൾ കുറേശ്ശെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇത് കണ്ടുപഠിച്ചും ഇതായിട്ടും കുറച്ച് കോപ്പി അടിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അതൊക്കെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അത് മുഴുവൻ ഇല്ലെങ്കിൽ നമുക്ക് പുരോഗതി ഉണ്ടാവില്ല. അപ്പൊ ഇന്നും ഇപ്പൊ നമുക്ക് വാങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ നമുക്ക് ടോപ്പ് എൻഡിലുള്ള വിമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല, യുദ്ധവിമാനങ്ങൾ. ഉദാഹരണത്തിന് ഈ എഞ്ചിന്റെ ഉള്ളിലുള്ള ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ, സിംഗിൾ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഡയറക്ഷണലി സോൾഡിഫൈഡ് എന്ന്. ഹൈ ടെമ്പറേച്ചർ മെറ്റലർജി എന്ന് പറയും. ഹൈ ടെമ്പറേച്ചർ മെറ്റലർജി നമ്മുടെ രാജ്യത്തിന് വളരെ വീക്കാണ്. ഒരു രാജ്യം വിമാനം എന്തായാലും ഉണ്ടാക്കണമെങ്കിൽ ആൻസിലറീസ് വളരണം. മനസ്സിലായി? ഇപ്പം നിങ്ങളൊരു നല്ലൊരു ഹോട്ടലോ നല്ലൊരു അടുക്കള നടത്തണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അടുക്കളത്തോട്ടം വേണം. ആ അടുക്കളത്തോട്ടത്തിൽ ധാരാളം സാധനങ്ങൾ ഉണ്ടായാലേ നിങ്ങൾക്ക് വ്യത്യസ്ത മെനുകൾ ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ എന്നും വേറൊരാളുടെ ഔദാര്യത്തിൻ്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും.
അത് ഒഴിവാക്കാൻ ശരിക്കും നമുക്ക് കൂടുതൽ അപ്പം മെറ്റലർജിയിലാണ് നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ. പിന്നെ ഇതിനൊക്കെ വേണ്ട ഫണ്ടുകളുണ്ടല്ലോ, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തത്ര അധികമാണ്. അപ്പോൾ ഈ നമ്പർ, ഈ ഫണ്ട് നമ്മൾ ആദ്യം പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, എണ്ണം പ്രൊജക്റ്റ് ചെയ്യാനും പൂജ്യങ്ങൾ ചേർക്കാനൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും പാസ്സാക്കില്ല. ഇപ്പോൾ IIT മദ്രാസിലെ, അന്ന് IIT മദ്രാസ്, ഇപ്പോൾ IIT ചെന്നൈ ഡയറക്ടർ ഉണ്ടായിരുന്നു ഇന്ദിരേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഇതിൽ പറഞ്ഞു, സി ടു ബാബൂസ് ഇൻ യുവർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഈക്വൽ ടു 1 ആറ്റം ബോംബിന്. ഇതാണ് സംഭവം, മനസ്സിലായി? അതും ഉണ്ട്. ഞാൻ അവരെ കുറ്റം പറയല്ല, അവരവരുടെ ജോലി ചെയ്യുന്നു. നമുക്ക് GDP കുറവാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ പുതിയ ബഡ്ജറ്റ്, നിർമ്മലയുടെ പുതിയ ബഡ്ജറ്റ് 1.9% ഓഫ് ദി GDP ആണ് ഡിഫൻസിനുള്ളത് വെച്ചിരിക്കുന്നത്, ഡിഫൻസ് റിസർച്ചിന്. അതൊക്കെ 3.745 ഒക്കെയാണ് ആൾക്കാർ ചെയ്യുന്നത്. 5% അത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോഡ് ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, പലതും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. ഞാൻ DRDO എന്ന് വിരമിക്കുന്ന സമയത്ത് റീജിയണൽ ഡയറക്ടറാണ്. അന്ന് എൻ്റെ ചുമതലയിലുണ്ടായിരുന്നത് LCA എന്ന് പറയുന്ന തേജസ് വിമാനത്തിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം, അതിൻ്റെ ഡിസൈൻ വാലിഡേഷൻ എന്ന് പറയും. അതിൻ്റെ ഡിസൈൻ ചെയ്യുന്ന വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അതിൻ്റെ അഷ്യൂറൻസ്, ഡിസൈൻ വാലിഡേഷൻ എൻ്റെ ടീമായിരുന്നു. അപ്പോൾ ഈ വിമാനത്തിൽ, തേജസ്സിൽ, പറക്കുന്ന തേജസ്സിൽ അതിൻ്റെ എൻജിൻ അമേരിക്കൻ ജനറൽ ഇലക്ട്രിക് 404 F2J3 എന്ന് പറഞ്ഞൊരു എൻജിനായിരുന്നു. അത് അവിടെ പോയി ടെസ്റ്റ് ചെയ്യാനും, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ISA SLS, ISA +15 SLS, ഇന്ത്യൻ ടെമ്പറേച്ചർ ഉണ്ടല്ലോ കൂടുതലായിട്ടുള്ള, അതനുസരിച്ച് ചെയ്യാനുള്ള ടെസ്റ്റുകളും ഒക്കെ ചെയ്തതും ഒക്കെ നമ്മൾ. ഇത് നമ്മൾ ഇൻഡിജനൈസ് ഇതുള്ള ഒരു എൻജിൻ ആക്കുന്നതാണ്. ഇതിനാണ് കാവേരി എന്ന് പറയുക. ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിലാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇനിയും പൂർണ്ണമായിട്ടും ആയിട്ടില്ല. ഇപ്പോൾ ഈയിടെയായിട്ട് ഞാൻ വിരമിച്ചതിന് ശേഷം ഇതിന് പല വിജയങ്ങളും വന്നിട്ടുണ്ട്, ടെസ്റ്റിംഗ് ഒക്കെ. പക്ഷെ ഇതിൽ ഫിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതിന്റെ ചില വ്യത്യാസത്തോടു കൂടിയിട്ട് ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു, മനസ്സിലായോ? അപ്പോൾ ഇതായിരുന്നു എൻ്റെ പ്രധാന ചുമതല. ഏത് വർഷമൊക്കെയാണത്? ഇത് 2000-ലൊക്കെയാണ്. ഞാൻ 2000-ലാണ് ഇത് നമ്മൾ പറഞ്ഞതൊക്കെ. 2000 ഞാൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം ഞാൻ NPOയിൽ കൺസൾട്ടന്റ് ആയിട്ടൊക്കെ ചെയ്തു. അപ്പോൾ അന്ന് ഒരു എക്സലൻസ് അവാർഡൊക്കെ കിട്ടി. അതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ബൈപ്ലെയിൻ. രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഉണ്ടോ, 2 വിങ്ങുകളിലേനും ബൈപ്ലെയിൻ എന്ന് പറയും. ഇത് ഒറ്റ, സാധാരണ ഇതിനൊക്കെ പോകുന്നത് ഇത് മോണോപ്ലെയിൻ എന്ന് പറയും, മനസ്സിലായി? അതാണ് വ്യത്യാസം. അപ്പോൾ ഇത് 3 എണ്ണമുള്ളതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ മെറ്റാലിക് ആണ്. റൈറ്റ് ബ്രദേഴ്സ് ചെയ്ത് ഫാബ്രിക്കും വുഡും ആയിരുന്നു. ഇപ്പൊ ഇത് പറക്കണ പുതിയൊരു നമ്മൾ 404 എന്നൊക്കെ പറയണ ഇതില് 747, ബോയിങ് 747 എന്നൊക്കെ പറയുന്ന 4 എഞ്ചിനുള്ള വിമാനം. എഞ്ചിന്റെ ഓരോ ഇത് ഫിന്നല്ലേ? ഇത് ഫിന്ന്, ഇത് ടെയിൽ പ്ലെയിൻ, ഇത് വിങ്, അങ്ങനെ ഇത് ഫ്യൂസ്ലാജ് എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ ഇരിക്കുക. ഈ പുറകിലിരുന്നത് കൊണ്ട് കുറെ ആൾക്കാര് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനെയുണ്ടോ? ഒരു പൊസിഷനിങ് ഉണ്ടോ? അങ്ങനെയില്ല, നടുക്കിരിക്കാനാണ് ആൾക്കാർ പറയാ. നടുക്കിനും പുറകിനും ഇടയ്ക്കായിട്ട് ഇരിക്കാനാണ് പറയാ. പക്ഷെ അതിനത്ര സാധുത ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ 3-4 അപകടങ്ങൾ പുറകിലിരുന്നോണ്ട് രക്ഷപ്പെട്ടു. ഗൂഗിളിൽ നോക്കിക്കോളൂ, ഗൂഗിൾ നോക്കിയാലും നടുക്കിരിക്കാനൊക്കെ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് മുഴുവൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വിങ്ങിന്റെ മുകളിലേക്ക് ഇറങ്ങാം എന്നുള്ളതാണ് അവർ. ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് ഉണ്ടാവും, അത് തുറന്നിട്ട് ഇതിൽ വെള്ളത്തിലിറങ്ങിയാലും ഇതിന്റെ മുകളിലേക്ക് വരാം എന്നുള്ളൊരു സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇതിന്റെ തൊട്ട് പുറകിൽ ഇരിക്കാനാണ് പറയുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള പൊസിഷൻ. അങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സീറ്റുകളൊന്നും ചെലവാവില്ല. ഒരു വിദഗ്ധം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അതിനോടി പോയാൽ ശരിയാവില്ല. എല്ലാ സീറ്റുകളും ഒരുവിധം സേഫ് ആണ്. ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും. ചില ശബ്ദം കൂടുതൽ ഉണ്ടാവും, പിന്നിലൊക്കെ ആകുമ്പോൾ വളരെയധികം ശബ്ദം ഉണ്ടാവും. ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് അങ്ങനത്തെ ബിസിനസ് ക്ലാസ് ഒക്കെ മുമ്പിലായിരിക്കും, അത് കുറേ കൂടി ക്വയറ്റ് ആയിരിക്കും. സേഫ്റ്റിയൊന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഡിഫൻസിനെ പറ്റി പറഞ്ഞ ഇത് ഡെറ്ററൻസ് ആണ്. ഇപ്പൊ ഇതൊക്കെ യുദ്ധം ചെയ്ത് ജയിക്കാനല്ല നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതെ, അല്ല ഞാൻ എങ്ങനെ വേറെ വിധത്തിൽ വേണമെങ്കിൽ ചോദിച്ചോളൂ. പക്ഷെ ഞാൻ പറയുന്നത്, ഞാനിപ്പോ എൻ്റെ ജീവിതമാർഗം ഒരു
ഡിഫൻസ് ഡിഫൻസ് റിസർച്ച് എന്നാണ്. ശരിയാണോ എന്ന് വേണമെങ്കിൽ മാനിലേക്ക് സംശയിക്കാം. എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ, ഒന്ന് വലിയ ചോയ്സ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എങ്ങനെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ളതായിരുന്നുകൊണ്ട് അത് പോയി. അല്ലാതെ ധാരാളം ജോലികൾ കിട്ടിയിട്ട് അതൊന്നും ഒന്നും തിരഞ്ഞെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഒരു പക്ഷെ ഞാൻ ഇത് എടുക്കില്ലായിരുന്നു, ഞാൻ പ്രൊഫസർ ആവുമായിരുന്നു. മനസ്സിലായി? പക്ഷേ ഒരു കത്തി കൊണ്ട് പച്ചക്കറി മുറിക്കാം, ഒരാളെ കുത്തി കൊല്ലാം, പ്രതിരോധിക്കാം, ഒരു രോഗി കീറി മുറിച്ചിട്ട് സർജറിയും ചെയ്യാം. അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ള നിങ്ങളാണ്. അല്ല, കത്തിയുടെ കുഴപ്പമില്ലല്ലോ, അത്രയും ഞാൻ പറയുന്നു. ഈ ഡിഫൻസ് റിസർച്ച് എന്ന് പറയുമ്പോഴേ പ്രതിരോധത്തിനുള്ള അതെന്നാണോ? ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേൽ പലസ്തീൻ നമ്മൾ കാണുന്ന വിഷ്വൽസ് മുഴുവനും പറക്കുന്ന ഇതേപോലത്തെ വിമാനങ്ങൾ, ബോംബുകൾ വർഷിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൃത്യം പ്രിസിഷൻ. നമുക്കറിയാം മനുഷ്യരാണ് അവിടെ ഉള്ളത്, കുട്ടികളാണ് നമുക്ക് അവിടെ ഉള്ളതെന്ന്. ഇതിൻ്റെ പുറത്തൊരു വലിയ ടെക്നോളജിയും ഉണ്ട്. അപ്പോൾ ഈ അതിൽ ഡിഫൻസും അല്ലല്ലോ, ആക്രമണം തന്നെയാണല്ലോ, അറ്റാക്ക് തന്നെയാണല്ലോ. ഇത് ടെക്നോളജീൻ്റെ പുറകിൽ ചിന്തിക്കുന്ന സമയത്തെ ഈ കൺഫ്യൂഷനുള്ള സംഗതിയാണ്, ഒരു ഡിലമ ഉണ്ട്. ഒക്കെ ശരിയാണ്. ഡിഫൻസ് ആണോ അറ്റാക്കാണോ? രണ്ടിനും ഒരേ ടെക്നോളജി ഉപയോഗിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളുടെ ഉള്ളിൽ എന്തായിരിക്കും? ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, ഞാൻ പറയാൻ ശ്രമിക്കാം. അതായത് ഡിഫൻസ് കൊണ്ട് മാത്രമേ കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞ ഡെറ്ററൻസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചോളൂ. അതായത് മനില ഒരു ശത്രു രാജ്യമാണ്, ഞാനൊരു വേറെ രാജ്യമാണ്. എൻ്റെ കയ്യിൽ ധാരാളം അറ്റാക്ക് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനുമുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിൽ മനിലയ്ക്ക് എന്നെ അറ്റാക്ക് ചെയ്യാൻ ധൈര്യം വരില്ല. പക്ഷെ മനില അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ നഷ്ടമാണ് രണ്ട് ഭാഗത്തും. അത് ഉദ്ദേശിക്കുന്നില്ല. ഈ ഡെറ്ററൻസ് വരെ ഇതിന് ശരിക്ക് എന്താ പറയുക ഫലമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഫലം വളരെ കുറവാണ്. രണ്ട് സ്ഥലത്തും നശിച്ചു പോകുന്നു. ഇപ്പൊ ഈ പാലസ്തീനിയൻ ഇസ്രായേൽ ഇതില്, അപ്പൊ അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ എന്താ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ തോൽപ്പിക്കാനുള്ള ടെക്നോളജി ആരുടെ കയ്യിലും ഇല്ല. അപ്പോ തെറ്റാണ്, ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണ്. നമുക്ക് രാഷ്ട്രീയമായി കാണുമ്പോൾ രാഷ്ട്രീയം അതിന്റെ രാഷ്ട്രീയം ഞാൻ പറയില്ല. ഞാൻ ടെക്നോളജി പറയുകയാണെങ്കിൽ ഇന്നിപ്പോ ഇസ്രായേലിന്റെ അത്ര ഇന്നോവേഷൻ രാജ്യങ്ങൾക്ക് ഇല്ല. യു എസിൽ തന്നെ ഹൈ ടെക്നോളജി സാധനങ്ങളുടെ ഒക്കെ ജ്യൂസാണ് ഓണർഷിപ്പ്. എല്ലാവരും കൂടി സൗമ്യമായിട്ട് ജീവിച്ചാൽ എല്ലാവരുടെയും ബഡ്ജറ്റ് കുറയ്ക്കാം. ഈ ഡിഫൻസ് റിസർച്ചിനകത്ത് ഇരിക്കുന്ന ഒരാൾ എന്നുള്ളതല്ല കേട്ടോ, ആ ഒരു കൂട്ടം മുഴുവനും നിങ്ങൾക്ക് ഈ ഒരു ഫിലോസഫിക്കൽ ഡിലമ ഉണ്ടാവാറുണ്ടോ? യുദ്ധമാണോ സമാധാനമാണോ എന്നുള്ള? അതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ജോലി ഉണ്ടാവുമോ? അല്ല, അതൊന്ന്. പിന്നെ ബേസിക്കലി നമ്മൾ റിസർച്ച് വളരെ കുറച്ച് ചെയ്തു. ചെറിയ ഞാൻ പറയാലോ, എനിക്ക് സത്യസന്ധമായിട്ട് ഞാൻ പറയാം, റിസർച്ച് എന്ന് പറയുന്ന അംശം വളരെ കുറവാണ്. ആക്ച്വലി ഡെവലപ്മെന്റ് എഞ്ചിനീയേഴ്സ് ആയിരുന്നു ഞങ്ങളൊക്കെ. മനസ്സിലായി? അതായത് ഒരു സാധനം സൃഷ്ടിക്കണം, നമ്മുടെ ആർമിക്കോ അല്ലെങ്കിൽ എയർഫോഴ്സിനോ അത് ആവശ്യമുണ്ട്. അത് എങ്ങനെയാണ് ലോകത്തിൽ മറ്റാൾക്കാർ ചെയ്തിരിക്കുന്നത്, അത് അനുസരിച്ച് അത് പുറത്ത് പബ്ലിഷ്ഡ് ലിറ്ററേച്ചർ, പബ്ലിക് ഡൊമൈനിലുള്ള ലിറ്ററേച്ചറുകളൊക്കെ നോക്കി നമ്മൾ ചെയ്ത് നമ്മുടെ എന്താ പറയുക സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അതിനെ മാറ്റിയെടുക്കുക. അതായത് അല്ലാതെ ഏറ്റവും പുതിയ എനിക്ക് തോന്നില്ല, ഞാൻ ചെയ്തിട്ടില്ല അങ്ങേയറ്റത്തെ പുതിയൊരു സാധനം കണ്ടുപിടിച്ചെന്ന് നോബൽ പ്രൈസ് കിട്ടുന്ന തരത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷെ ഡെവലപ്മെന്റ് എഞ്ചിനീയറിംഗ് ആണ് ബേസിക്കലി ചെയ്യുന്നത്. അത് പിന്നെ പക്ഷെ അതൊരു വലിയ കാര്യമാണ്, കാരണം ആരും തരില്ല. ഇപ്പോൾ മനില ഒരു രാജ്യമാണ്. അമേരിക്കയിൽ, ഞാൻ അമേരിക്കയിൽ എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. അവർ നമ്മളെ മുഴുവൻ കാണാൻ സമ്മതിക്കില്ല. നമുക്ക് വേണമെങ്കിൽ സാധനം വിൽക്കും അവര്, അതെങ്ങനെയാ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്റെ മാത്രം തരും. പക്ഷെ അത് ഡിസൈൻ ചെയ്യുന്നതും അതെങ്ങനെയാ ആ ഡിസൈൻ, ആദ്യത്തെ ചോദ്യമല്ലേ, എങ്ങനെയാ ആ ഡിസൈനിലേക്ക് വന്നത്, എന്തൊക്കെ വേണ്ടാന്ന് വെച്ചു, അത് അവർ പറയുന്നില്ല. അതൊക്കെ നമ്മൾ ഊഹിച്ചെടുക്കണം. അപ്പൊ അതൊക്കെ ആ തരം പണികളായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ വിട്ടിട്ട് കുറെ കൊല്ലങ്ങളായി. ഇപ്പൊ വിട്ടതിന് ശേഷം ഇപ്പൊ കൂടുതൽ പല ഇതും ചെയ്യുന്നുണ്ട് അവര്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് കോവിഡ് വന്ന സമയത്ത് അവര് എന്താ പറയാ സാനിറ്റൈസർ അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം അങ്ങനെ, അതായത് സമുദായത്തിന് ഉപകാരപ്രദമായിട്ടുള്ള പലതും ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഇപ്പോ ബലൂൺ ഉപയോഗിച്ചിട്ടുള്ള ചില ഡിഫൻസ്, അങ്ങനത്തതൊക്കെ പല കാര്യങ്ങൾ. അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരും ഹീറാർക്കിയിലെ ഒരു അംഗമാണ്. മനസ്സിലായ? നയം ഏറ്റവും മുകളിൽ ഉണ്ടാക്കുന്നതാണ്. ആ നയത്തിനനുസരിച്ച് ചെയ്യാൻ നിർബന്ധിതമായിട്ട്. ആ നയം ശരിയല്ല എന്ന് പറഞ്ഞ് വിട്ടുപോരാനുള്ള സാവകാശമൊന്നും നമുക്ക് ആർക്കും ഇല്ല.
വളരെ ചുരുക്കം താഴെ ആൾക്കാർ. നിൽക്കുന്ന ആളുകളും കൂടിയാണല്ലോ അല്ലേ? ഡോക്ടർ കലാമിനെ പറ്റി പറയണം. ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? ഒരുമിച്ച് വെച്ചാൽ അദ്ദേഹം ഡൽഹിയിലായിരുന്നു, ഞങ്ങളുടെ ചീഫായിരുന്നു, ഈ DRDOന്റെ ഒക്കെ ചീഫാണ്, സയന്റിഫിക് അഡ്വൈസർ ടു മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അയാളുടെ കീഴിൽ പല ലബോറട്ടറീസ് 46 ലബോറട്ടറി ഉണ്ട്. അതിൽ ഒരു ഘടകത്തിൻ്റെ റീജിയണൽ ഡയറക്ടറായിരുന്നു ഞാൻ. അപ്പം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ അപ്പോൾ മീറ്റിങ്ങിനൊക്കെ സാധാരണയൊക്കെ പോവും. അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള ഞാനൊരു ഗുണം എങ്ങനെയാ വെച്ചാൽ സിംപ്ലിസിറ്റി, അതിസാധാരണ സ്വഭാവം. അതായത് ഇപ്പം നമ്മളെപ്പോലെ തന്നെയായിരിക്കും എല്ലാ കാര്യവും, എല്ലാവരും തോളിലിട്ട് നടക്കും. പക്ഷെ അത് ചില കാര്യങ്ങളിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. ഇവിടെ വന്നിട്ട് എൻ്റെ അസിസ്റ്റന്റുമാരുടെ ഒക്കെ തോളിലിട്ട് നടന്ന് അവരെന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ വിശദീകരിക്കണം. മനസ്സിലായി? ആ വക കുഴപ്പങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് നല്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലെനിക്ക് ഓർമ്മയുള്ളത് 1998 മറ്റായിരുന്നു. ഞാൻ അന്ന് ശബരിമല പോകുന്ന സമയം മാലയിട്ടില്ല, പക്ഷേ വ്രതമൊക്കെ ഉണ്ട്. ആ മാല പോകുമ്പോൾ അങ്ങനെ ഗുരുവായൂരുന്ന് അങ്ങനെ ഇടാറ് പതിവ്. അപ്പോൾ ഡൽഹിയിൽ മീറ്റിംഗ് ആണ്. അപ്പോൾ എൻ്റെ ബോസ്, മറ്റേ ഇടയ്ക്കുള്ള ബോസ് പറഞ്ഞു, ഇയാൾ പൊക്കോട്ടെ, എന്താ അത്ര തിരക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്ത ഫ്ലൈറ്റിന് പോയാൽ മതി എന്ന് പറഞ്ഞു, നാളെ പോയാൽ മതി. പിന്നെ അയാൾ പോയി പറഞ്ഞു, ആൾ ശബരിമലയ്ക്ക് പോവാണ്, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ പറയും ഒരു കാര്യം, യു ഗോ, അവിടെ പോയിട്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനത്തെ സിമ്പിൾ മനുഷ്യനാണ്. അതൊക്കെ വളരെ ഇതാണ്. ഇപ്പോൾ ഇവിടെ ഇസ്രോയിലായിരുന്ന സമയത്ത് ഒരു ശാസ്ത്രജ്ഞൻ്റെ കുട്ടിക്ക് അപ്പൻഡിസൈറ്റിസ്, അയാൾ അറിയുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഓപ്പറേഷനൊക്കെ ചെയ്യിപ്പിച്ചു, വേറെ ആൾക്കാരെ അയച്ചിട്ട്. അപ്പം അങ്ങനത്തെ പല മാനുഷിക മൂല്യങ്ങളും അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത്ര ഏറ്റവും ബ്രില്യൻ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. അതെല്ലാം കൂടി ഒത്ത് കുതിരയ്ക്ക് കൊമ്പ് എപ്പോഴും ഉണ്ടാവില്ല. അതൊരു നല്ല അനുഭവമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ എല്ലാവരെയും ഫസ്റ്റ് നെയിം വിളിക്കാം. അതാ പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് നെയിം വിളിച്ചാൽ എല്ലാവർക്കും ഒരു അടുപ്പം കാണും. അല്ലാതെ വെറുതെ ഇപ്പോൾ പേരുകൾ നീണ്ടതായിരിക്കും. അപ്പോൾ ആദ്യത്തെ പേര് വിളിക്കുക, ഫസ്റ്റ് നെയിം വിളിക്കുക, തോളത്ത് കൈയിടുക, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ അയാൾക്കുണ്ട്. നല്ല കാര്യങ്ങളാണ്. നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ പുതുതായിട്ട് സീപ്ലെയിൻ പ്രോജക്റ്റ് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഇതിന് പറ്റുന്നൊരു സംഗതിയാണോ അത്? യഥാർത്ഥത്തിൽ പറ്റും. പക്ഷേ ഇവിടുത്തെ പരിസ്ഥിതി, അതായത് രാഷ്ട്രീയ പരിസ്ഥിതി എങ്ങനെയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. അതായത് ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്നുള്ള നിലയ്ക്കും, കാരണം അത്രയധികം കായലുകളും ഒക്കെ ജലപ്പരപ്പുകളും ഉണ്ടല്ലോ. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക അങ്ങനെയൊക്കെയാണ്. കാരണം ഈ പായലുകളും ഇതൊക്കെ ചണ്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ദേശീയ നാളെ കുടുങ്ങും ചെയ്യും. അതൊക്കെ ഒഴിവാക്കാൻ സാധ്യതകളുണ്ട്. പിന്നെ അതിന്റെ എക്കണോമിക്സ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ വില, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, റവന്യൂ, അതാണല്ലോ ഇതിന്റെ കാര്യം കാണാം. അപ്പൊ അതൊക്കെ റവന്യൂ എത്ര ആൾക്കാർ അങ്ങനെ പറക്കും, അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ സാധ്യതകളുണ്ട്. കാരണം ഇത്രയധികം സ്ക്വയർ കിലോമീറ്റേഴ്സ് ജലപ്പരപ്പുള്ള സ്ഥലങ്ങളില്ല. പക്ഷെ അത് ചണ്ടിയൊക്കെ പിടിച്ച് കിടക്കുന്ന ജലപ്പരപ്പാണെങ്കിൽ ഈ വിമാനങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങും അതിനിടയിൽ. ഈ വിമാനം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയും കൂടിയിട്ട് തരുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഗൂഗിൾ എർത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ വൈഡായി വരുന്ന മുകളിൽ നിന്ന് നമുക്ക് നമ്മുടെ നിസ്സാരത വളരെ കൃത്യമായിട്ട് അതെ മനസ്സിലാവുന്ന ഒരു സംഗതിയും കൂടിയാണ്. അപ്പൊ ഇതിന്റെ സാങ്കേതികതയിൽ വർക്ക് ചെയ്യുന്ന ഒരാള്, വിമാനത്തിൽ നിറയെ യാത്ര ചെയ്യുന്ന ഒരാള് ഈ ഒരു കാഴ്ചയെ അതായത് വിമാനത്തിനകത്തിരിക്കുന്ന സമയത്തെ ഒരു ലേമൻ യാത്ര ചെയ്യുമ്പോൾ അയാൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വേറൊന്നായിരിക്കും. ഒരു ടെക്നോളജിക്കൽ എക്സ്പേർട്ട് കാണുന്ന, ഒരു സാങ്കേതിക വിദഗ്ധൻ കാണുന്ന കാഴ്ച വേറെ ആയിരിക്കാം ഒരുപക്ഷെ. നിങ്ങൾ എങ്ങനെയാണ് ഈ യാത്രകളിലൊക്കെ? എന്റെ അനുഭവം പറഞ്ഞാൽ, നമ്മൾ വിമാനയാത്ര നടത്തുമ്പോൾ അപ്പൊ അതിനുള്ളിൽ ലക്ഷക്കണക്കിന് പാർട്ടുകളുണ്ട്, എന്ത് വേണമെങ്കിലും അതൊക്കെ. ഒരുപക്ഷെ മനില അതിനെപ്പറ്റിയായിരിക്കും കൂടുതൽ പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി ആലോചിക്കില്ല. കാരണം എനിക്കറിയാതെ എങ്ങനെയായാലും അത് പെർഫെക്റ്റ് ആണ്. അല്ലെങ്കിൽ ഒന്ന് കേട് വന്നാൽ വേറെ ഒന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടല്ലോ, നമ്മുടെ വിധി അതാണെന്ന് പറയും. അതുകൊണ്ട് അതിനെ പറ്റിയില്ല ഞാൻ. ഈ മനുഷ്യന്റെ നിസ്സാരത അല്ലെങ്കിൽ ഭൂമിയുടെ നിസ്സാരതയെ പറ്റിയിട്ട് കൂടുതൽ, പ്രത്യേകിച്ച് വിൻഡോന്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും അതിനെപ്പറ്റി.
സാധാരണക്കാർക്ക് അത് ആലോചിക്കാൻ സമയമില്ല. സാധാരണക്കാർ വിചാരിക്കുന്നത് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ട്. അതിപ്പോ എല്ലാ വ്യക്തികളും അങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകര് വേറൊരാൾ വേറൊരു തരത്തിലായിരിക്കാം. പിന്നെ വേറെ ഒരു ഇതെന്ന് വെച്ചാൽ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ചിന്തകള് ആ ഫ്രെയിം ഓഫ് ചുരുക്കും. ഇപ്പൊ നമ്മൾ വിമാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ വലിയ ഇതായി കഴിഞ്ഞാൽ അത് മാത്രമേ നമ്മൾ ആലോചിക്കുള്ളൂ. അതിന്റെ താഴെ എന്താന്നുള്ളത് ആലോചിക്കില്ല. ആ ആലോചന എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. അപ്പൊ എല്ലാവരിലും അത് ഉണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട് ചിലപ്പോ. നമ്മളെങ്ങനെയാണ് പണ്ട് എങ്ങനെയാ അത് ആൾക്കാർ കണ്ടുപിടിച്ച് നമ്മളെത്ര നിസ്സാരന്മാരാണ്, അതൊക്കെ തോന്നും. ആദ്യം നടത്തിയ വിമാനയാത്ര ഓർമ്മയുണ്ടോ? ആദ്യം നടത്തിയ വിമാനയാത്ര ഞാൻ കാൺപൂരായിരുന്നു. അപ്പൊ അന്ന് അമ്മയ്ക്ക് ഒരിക്കൽ BP ഒക്കെ കൂടി. അപ്പോൾ അങ്ങനെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ HALന്റെ വിമാനം, അതിപ്പോൾ കമേഴ്സ്യലല്ല, സിവിൽ എയർക്രാഫ്റ്റ് തന്നെ, പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വിമാനം, ആ വിമാനം ബാംഗ്ലൂർക്ക് പോരുന്നുണ്ടായിരുന്നു എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ പൈലറ്റിനോട് പോയി, അശോക് എന്ന് പറഞ്ഞ ഒരാളാണ് പൈലറ്റ്, അദ്ദേഹത്തോട് പോയി ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു എന്താ അത്ര അത്യാവശ്യം? ഞാൻ പറഞ്ഞു ഇങ്ങനെ അമ്മയ്ക്ക് സുഖമില്ല. എന്നാൽ നാളെ രാവിലെ 8 മണിക്ക് വരും എന്ന് പറഞ്ഞു. അങ്ങനെ വന്നു. 2-3 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്തി. പിന്നെ ബസ് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. അതാണ് ആദ്യത്തെ എൻ്റെ യാത്ര. പിന്നെ കമേഴ്സ്യൽ ഇതിൽ പലപ്പോഴും, പിന്നെ അതിനുശേഷം പിന്നെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. വായനയുടെ ഒക്കെ സ്വഭാവം എങ്ങനെയാ? അധികവും കേരളത്തിലായിരുന്നു ഇല്ലല്ലോ? ഇല്ല, ഞാൻ മാതൃഭൂമി അങ്ങനത്തെ 1-2 ഇത് വാങ്ങിച്ചിരുന്നു. കാൺപൂരായപ്പോഴും ആ കാലത്തും ഒരാഴ്ചയൊക്കെ വൈകിട്ട് മാതൃഭൂമി വീക്കിലിയൊക്കെ വരുമായിരുന്നു. അത് കുറെ കാലം വായിച്ചിരുന്നു. അത് നാസിക്കിലായപ്പോൾ ഇല്ല, കിട്ടാനില്ല. കുറച്ചു കാലം മുടങ്ങി, ഒരു 6-7 കൊല്ലം. പിന്നെ ബാംഗ്ലൂർ വന്നപ്പോൾ വീണ്ടും അതങ്ങനെ കുറച്ച് MTയൊക്കെയാണ് നമ്മുടെ ആരാധകർ. അപ്പോൾ അതുണ്ടായിരുന്നു. ഇപ്പം അധികം ഞാൻ വായിക്കുന്നത് സയൻസ് ഫിലോസഫി, പിന്നെ കുറേയൊക്കെ എന്താ പറയുക ബയോളജിക്കൽ സയൻസസ്. കാരണം എന്തായാലും ഇപ്പോൾ എയറോനോട്ടിക്സിനെ പറ്റിയിട്ടൊന്നും ഇനിയിപ്പോൾ അധികം വായിക്കാം. ഇപ്പം എന്താ ഞാൻ ചിന്തിക്കണമെന്ന് വെച്ചാൽ എൻജിനീയറിങ്ങിലെ ഹ്യൂമൻ മെയ്ഡ് എൻജിനീയറിങ്, ഹ്യൂമൻ ഡിസൈൻ സിസ്റ്റംസും നേച്ചർ ഡിസൈൻ സിസ്റ്റംസും തമ്മിലുള്ള വ്യത്യാസം, അതായത് ബയോളജിക്കൽ ബയോമെമറ്റിക് എന്ന് പറയില്ലേ, അതെങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റം, വിമാനത്തിൽ ഹൈഡ്രോളിക് സിസ്റ്റം ഒരു പൈപ്പ് ലൈൻ ബ്ലോക്ക് ആയി കഴിഞ്ഞായിരിക്കാം. അതായത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് കൂടി ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ അപ്പുറത്ത് എന്താ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കില്ല. അത് നമ്മളൊരു പക്ഷേ വേറൊരു പമ്പും വേറൊരു പൈപ്പ് ലൈനും ഉണ്ടായിക്കൂടാന്നില്ല. അതാണ് റിഡൻഡൻസി. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. ദേഹത്തിൽ അതെങ്ങനെയാണ് ചെയ്യാൻ? ഇപ്പോൾ കാർഡിയാക് വെസൽസ് ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരു കൊറോലറി അടുത്ത് തുറക്കും, മനസ്സിലായി? അതേപോലത്തെ സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഡിസൈനിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമായിരുന്നു എന്നുള്ള ആലോചിക്കുന്ന ഒരു ഒരുപാട് പുസ്തകങ്ങളും അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതായിരുന്നാണ് ഇപ്പോഴത്തെ ഒരു ലൈബ്രറി ഉണ്ട്, വായിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ പുസ്തകം അധികം വായിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ധാരാളം കിട്ടാണ്ടല്ലോ ഓൺലൈൻ. ഈ സയൻസ് ഫിക്ഷൻ സിനിമകളും നെറ്റ്ഫ്ലിക്സിലൊക്കെ ഇപ്പൊ നിറയെ സയൻസ് ഫിക്ഷൻ സാധനങ്ങളൊക്കെ, അത്തരം സംഗതികളൊക്കെ. എനിക്ക് പുതിയ ടൈപ്പ് മാട്രിക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വലിയ താല്പര്യമില്ല. പണ്ട് ഐസക് അസിമോവ് ഒക്കെ കാലത്ത് എഴുതിയിരുന്ന യാത്ര, ഗോളാന്തര യാത്ര എന്നൊക്കെ പറഞ്ഞാൽ അന്ന് അതൊക്കെ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് ഐസക് അസിമോവ് 2 തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതായത് ഫിക്ഷൻ, സയന്റിഫിക് ഫിക്ഷനുണ്ട്, മറ്റേ പോപ്പുലർ സയൻസും ഉണ്ട്. എനിക്ക് പോപ്പുലർ സയൻസിനോടായിരുന്നു കൂടുതൽ താല്പര്യം. മറ്റെത്രയായാലും അന്നത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ പുസ്തകത്തിനകത്തെ ഭാഷയെ, മലയാളത്തിൽ എഴുതിയിട്ടുള്ള പുസ്തകത്തില് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. ഇതെങ്ങനെയാണ് അപ്പൊ നമ്മൾ നേരത്തെ ഇതെല്ലാം പറഞ്ഞല്ലോ, അതായത് ഒരു ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള ഒരു ഭാഷയെ വെച്ച് അതെന്താണ്? അത് ഒരു പക്ഷേ അല്ല, അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ജനിതകമായിട്ടൊരു അധ്യാപകൻ എന്നിൽ ഉണ്ടായിരിക്കാം. മനസ്സിലായോ? ഇപ്പോൾ ഏത് കാര്യം, ഇപ്പോൾ മനയിലെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പുസ്തകം എഴുതാനുള്ള എന്ത് കാര്യം ചോദിക്കുക, ഒരു വഴി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അത് വിശദീകരിക്കുന്ന രീതി ഒരു അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്ന പോലെ. അപ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ട്. നമ്മൾ പറയാനുള്ളത് എന്തെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അറിവ്, 2 കേൾക്കുന്ന ആൾക്ക് ഉള്ള ഒരു പരിമിതി.
മനസ്സിലായി. അത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് സബ്ജക്റ്റ് അല്ലല്ലോ അത്. അപ്പൊ അത് അയാളുടെ ഭാഗത്ത് നിന്ന് അയാളുടെ ഷൂവിൽ നിന്നുകൊണ്ട് നോക്കാൻ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. അപ്പൊ പൊതുവെ ഇവിടെ വീട്ടിലൊക്കെ ഭാര്യയൊക്കെ കുറ്റം പറയുന്നത് വെച്ചാൽ നിങ്ങൾ ആവശ്യമില്ലാതെ കൂടുതൽ വിശദീകരിക്കും, ചിത്രം വരയ്ക്കുന്നൊക്കെയാണ്. അങ്ങനെയാണ് എനിക്കിഷ്ടം. വരച്ചു ഇതേ കാര്യങ്ങൾ തന്നെ വരച്ചു പറഞ്ഞു കൊടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു നല്ലൊരാളെ കിട്ടി. പക്ഷെ അത് ഞാൻ പറയുമ്പോഴും അങ്ങനെ എന്താ ഉപയോഗിക്കാൻ ഇഷ്ടം എന്ന് വെച്ചാല് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നുള്ള ഒരു കൺസേൺ, ഒരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ വരയ്ക്കുന്നത്. അപ്പൊ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. പക്ഷെ പകുതി ഇന്നത്തെ ജീവിതത്തിലെ ആൾക്കാർക്ക് എൻ്റെ മകനടക്കം പറയും, ഇത് അച്ഛൻ്റെ അടുത്ത് പോയി ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഇത് കൂടുതൽ കോംപ്ലിക്കേഷൻ ആൻസർ പറഞ്ഞു തരും എന്നാ പറയുന്നത് എല്ലാവരും. അപ്പൊ കേരളത്തിലെ കുട്ടികളോട് അപ്പൊ ഒരു എന്താ പറയാ അസോസിയേറ്റഡ് ഇത് പറയാ, ഇവരെങ്ങനെയാന്ന് വെച്ചാല് ഇന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങുന്ന കോളേജുകളിൽ നിന്ന് ഇറങ്ങുന്ന കുട്ടികളൊക്കെ വെച്ചാൽ ഒരുപാട് ഉത്തരങ്ങളുള്ളൊരു ബാണായിട്ട് നടക്കുക, മനസ്സിലായി. അപ്പോ ചോദ്യങ്ങളുണ്ട് വരെ വേണ്ടു, അപ്പോഴാണ്ട് കൊടുത്തു വിടും. നേരെ മറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, അതായത് ഒരു കാര്യം അത് ഫോർമാറ്റ് ചെയ്യുക, അതായത് മനസ്സിൽ അത് നമ്മൾ ശരിയായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ദുഃഖം എനിക്കുണ്ട്. അതിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റില്ല, വിദ്യാഭ്യാസ വിദഗ്ധരാണല്ലോ സിലബസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രധാന ഇത്. ഇപ്പോൾ ഈ ഒരു റിസർച്ച് വിങ്ങിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മളൊരു പൊളിറ്റിക്കൽ ഹെഡാണെന്ന് വിചാരിക്കുക, അപ്പോൾ നമ്മൾ ജനങ്ങളെ മുന്നിൽ കണ്ട് ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, ഓവറോൾ വിഷൻ എങ്ങനെയായിരിക്കണം രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നാടിൻ്റെ മനുഷ്യൻ്റെ ആത്യന്തികമായിട്ട് മനുഷ്യരുടെ മുന്നോട്ടുള്ള പുരോഗതി എന്നൊക്കെയുള്ള സംഗതി വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മളൊരു വിഷൻ രൂപപ്പെടുത്തിയെടുക്കുക. ഈ സാങ്കേതികതയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ നേരത്തെ പറഞ്ഞു എന്നാലും ഞാൻ ചോദിക്കാം, മനുഷ്യർ എത്രത്തോളം നമ്മുടെ മുമ്പിൽ ഉണ്ട്? വളരെ കുറച്ചേ ഉള്ളൂ സത്യത്തിൽ. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നിലവാരത്തിലുള്ള ഇതിൽ വളരെ ടോപ്പിലുള്ള ആൾക്കാരെ ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ സാങ്കേതിക ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സാങ്കേതിക വിദഗ്ധൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അദ്ദേഹത്തിന് പോലും ഒരു തീരുമാനം ഈ വിമാനം വേണ്ട അല്ലെങ്കിൽ ഇതല്ല വേണ്ടതെന്ന് പറയാനുള്ള കഴിവ് പല എന്താ പറയാ കാരണങ്ങളാൽ പല സ്റ്റഡീസൊക്കെ ചെയ്ത് താരതമ്യ പഠനങ്ങളൊക്കെ നടത്താം. പക്ഷെ തീരുമാനം ജനങ്ങളുടെയാണ്. ജനങ്ങളുടെ എന്ന് പറഞ്ഞാൽ അവർ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർ. അതെ, ആ ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ അധികം ഇതിനെ പറ്റിയിട്ട് ബോധർ ചെയ്യാറില്ല. പല കാര്യങ്ങളും ഇപ്പൊ നമ്മൾ തോക്കുണ്ടാക്കുമ്പോൾ ഇത് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവും, തോക്കുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല, എന്നെ അധികം അലട്ടിയിട്ടില്ല. അലട്ടിയിട്ടില്ല സത്യത്തിൽ. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാം. ഇപ്പം ശബരിമലയിലൊക്കെ പോയി എന്ന് പറഞ്ഞത് കൊണ്ട് ചോദിക്കുക, പൊതുവെ സയൻറ്റിസ്റ്റുകളെ നമ്മൾ പറയുമല്ലോ, അതെങ്ങനെ സാധ്യമാവുന്നത് എന്നുള്ളൊരു ചോദ്യം വരും. നമ്മൾ സയൻസ് പഠിക്കുന്ന ഒരാൾ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ, അതാണല്ലോ സയൻസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്, ഈ സംഗതികളൊക്കെയാണല്ലോ. എങ്ങനെയാണ് ഇത്തരത്തിലുള്ളൊരു വിശ്വാസിയായിട്ടും നമുക്കിരിക്കാൻ പറ്റുക? ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലുള്ളൊരു സംഗതിയാണ്, മനസ്സിലായി. അത് ഒരുപക്ഷെ ലോജിക്കലി ശരിയായിരിക്കണം എന്നില്ല, അതായത് യുക്തിപരമായിട്ട് എനിക്ക് തന്നെ സ്ഥാപിക്കാൻ പറ്റിയെന്ന് വരില്ല, മനസ്സിലായി. പക്ഷേ ഒരു 70 കൊല്ലം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ സത്യസന്ധമായിട്ട് അയാളുടെ അനുഭവങ്ങൾ എടുത്തു നോക്കിയാൽ അയാൾക്ക് അർഹിക്കാത്ത പലതും കിട്ടിക്കാണും, അയാൾക്ക് അർഹിക്കുന്ന പലതും കിട്ടാതിരിക്കുന്നിരിക്കാം, മനസ്സിലായി. വിചാരിക്കാതെ പല പ്രതിബന്ധങ്ങൾ ഉണ്ടായിന്ന് വരാം, ചില കാര്യങ്ങൾ വളരെ. അപ്പം ഇതിൽ ദൈവം എന്ന് വിളിക്കണ്ട, ദൈവം എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഞാൻ പറയുന്നത് എന്തോ ഒരു ശക്തി, ഒരു അദൃശ്യ ശക്തി ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യനാണ് ഞാൻ. പണ്ടും അത് വിശ്വസിച്ചിരുന്നു, ഇപ്പോഴും ഒരുപക്ഷെ കൂടി കാണാം വിശ്വാസം. അല്ല, ഞാൻ ചോദിക്കുന്നതേ, പണ്ട് നമ്മൾ വളർന്ന നമ്മളിലേക്ക് ഇൻട്യൂസ് ചെയ്യപ്പെടുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് വിട്ടുകളയാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണോ? അതല്ല ഞാൻ തിരിച്ച് ഞാൻ എൻ്റെ അനുഭവം വെച്ച് മാത്രം ഒരു റീലേണിംഗ് എന്ന് പറയാം. അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്നേക്കാൾ, എൻ്റെ കഴിവിനേക്കാൾ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കഴിവിനേക്കാൾ കൂടുതൽ ഇതിനെ നിയന്ത്രിക്കുന്ന എന്തോ ഒരു ബാബു പോൾ പറഞ്ഞ പോലത്തെ ഒരു ദൈവത്തിൻ്റെ കൈകടത്തൽ ഇതിലുണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ. അത് ഇപ്പോൾ എൻ്റെ അനുഭവം എനിക്ക് ലോജിക്കില്ല, അത് ഞാൻ പറയുന്നു. ഇപ്പോൾ ഒരാൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് സ്ഥാപിക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ വേണമെങ്കിൽ അതിനെ എടുക്കാം, മനസ്സിലായി. പക്ഷെ അത് നമ്മൾ വേറൊരാളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ
അപ്പോൾ ഞാൻ പറയുന്നത് ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പറ്റില്ല സാങ്കേതികമായിട്ട്. അത് ചെയ്തിട്ടില്ല, അത് ചെയ്യില്ല, ചെയ്യാൻ ഞാൻ ആരോടും പറയില്ല. പക്ഷെ ഒരു ശക്തിയുണ്ട്. പക്ഷെ അത് കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞു കൊടുക്കണമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതല്ല അങ്ങനെ നമ്മൾ വീടുകളിൽ നാമം ചെല്ലുക അങ്ങനത്തെ പല മതപരമായിട്ടുള്ള ചടങ്ങുകളുണ്ട്. അത് ചെയ്തോട്ടെ, പക്ഷെ അതിൽ വലിയ ഊന്നൽ കൊടുക്കണ്ട കുട്ടിക്കാലത്ത്. പക്ഷെ പ്രായം വരുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അതിനെ നമ്മൾ എതിർക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്ത് പറയുമ്പോഴും പുരപ്പുറത്ത് കയറിയിട്ടൊരു അഭിപ്രായം പറയേണ്ട കേരളത്തിൽ മാത്രമുള്ള ഒരു സ്ഥിതിയല്ലേ. ഈ പുസ്തകം ഉണ്ടല്ലോ, വിമാനങ്ങളുടെ കഥ, പറക്കൽ യന്ത്രങ്ങളുടെ ചരിത്രവും ശാസ്ത്രവും, ഇത് 2017 ആദ്യം എഴുതി, 2009 സെക്കൻഡ് എഡിഷൻ വന്നു, 2019. ഇതിന്റെ ഒരു റിസപ്ഷൻ എങ്ങനെയായിരുന്നു മൊത്തത്തില്? വായിക്കപ്പെട്ടിട്ടുണ്ടോന്നും കൂടെ, ഇത്തരത്തിലൊരു പുസ്തകത്തിന്റെ ഒരു എങ്ങനെയാണ് കിട്ടിയ ഫീഡ്ബാക്ക്? ഇതിൽ എങ്ങനെയാ വെച്ചാൽ, ഫീഡ്ബാക്കിലൊരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാല് നമ്മൾ അറിയുന്ന പലരും മാത്രമേ വിളിക്ക് പറയുള്ളൂ. മനസ്സിലായി? അപ്പോൾ അത് ചോദിച്ചാൽ ശരിയായ ഇതറിയാൻ പബ്ലിഷേഴ്സിന്. ഇപ്പം ഇത് തന്നെ ഞാനൊരു ഒരു കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ് എഴുതുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിലധികം റിസപ്ഷൻ കിട്ടും. പക്ഷെ ഒരു പ്രധാന എനിക്കുള്ളൊരു നിരാശ ഇത് എഴുതിയതിനു ശേഷം വന്ന്, ഞാനിത് എഴുതിയത് എന്നെ പോലുള്ള സ്കൂൾ കുട്ടികളെ ഉദ്ദേശിച്ചാണ്, എൻ്റെ ജിജ്ഞാസയെ, ആ കാലത്തുള്ള ക്യൂരിയോസിറ്റി. പക്ഷേ ഇപ്പോഴുള്ള ആൾക്കാർക്ക് നല്ല മലയാളം അറിയില്ല. ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചോദിച്ച സ്കൂൾ വിദ്യാർത്ഥികളുണ്ട് എന്നോട്, കുടുംബത്തിലൊക്കെ തന്നെ ഉള്ളവർ. അപ്പോൾ അതൊന്നും കാര്യം മനസ്സിലായില്ല. അപ്പോൾ അതെനിക്കൊരു ശരിക്കും ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയത് എഴുതാൻ, മനസ്സിലായി? അപ്പോൾ പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഫലം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പല ശാസ്ത്ര ഗ്രന്ഥങ്ങളും കാണുമ്പോൾ ഇത് ഭേദപ്പെട്ട ഒരു നമ്മളൊരു സ്കെയില് 0 to 100 വയ്ക്കുകയാണെങ്കിൽ ഒരു 70% നിൽക്കുന്ന എനിക്കൊരു അഭിപ്രായമുണ്ട്. നിലവാരം അത് എൻ്റെ ഒരു വളരെ മൗലികമായിട്ടുള്ളൊരു വിശ്വാസമാണ്. അധികം ബോസ്റ്റിങ്ങും ഇല്ല, കുറച്ച് കുറവില്ല. പക്ഷെ അതിന് വേണ്ടത്ര റിസപ്ഷൻ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയുന്നു.